JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കട്ട് ഓഫ് മാർക്ക് കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട ഒരു സമയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് ഓരോ ഉദ്യോഗാർത്ഥിയും ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PSC ആവശ്യപ്പെടുന്നത് പ്രസ്തുത സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതായത് നമുക്ക് ഒരു പീരീഡ് ഓഫ് ടൈം PSC നമുക്ക് നൽകുന്നുണ്ട്. പ്രസ്തുത ടൈമിനുള്ളിൽ ആ കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രമേ വെരിഫിക്കേഷൻ ഹാജരാകുകയും മറ്റുള്ള ലിസ്റ്റ് വരുമ്പോഴൊക്കെ ഉൾപ്പെടുത്തുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ഹാജരാകണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കാൻ വേണ്ടി ഉള്ള ഉദ്യോഗാർത്ഥികളും ഈ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു EW സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തെക്കുറിച്ച് ഒരു ഉദ്യോഗാർത്ഥി എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഉദ്യോഗാർത്ഥി വിളിച്ചപ്പോൾ പ്രസ്തുത ഉദ്യോഗാർത്ഥിയുടെ EW സർട്ടിഫിക്കറ്റ് ഭർത്താവിൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ ഭാര്യയുടെ അഡ്രസ്സും രണ്ടും രണ്ട് സ്ഥലത്തായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ EW സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പ്രസ്തുത വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് സമീപിച്ചപ്പോൾ അവർ വേണ്ട സമയം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് EW സർട്ടിഫിക്കറ്റ് അതുപോലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട സംവരണം ലഭിക്കാനുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മുമ്പ് തന്നെ വളരെ അതിന് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വരാം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പ് തന്നെ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾ നേരത്തെ തന്നെ മേടിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ വില്ലേജ് ഓഫീസിൽ എത്തുകയും ഇങ്ങനെ EW സർട്ടിഫിക്കറ്റുകൾ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ EW സർട്ടിഫിക്കറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടാവുന്നതാണ്. അപ്പോൾ പഞ്ചായത്തിൽ പോയാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിക്കേണ്ടത്. അങ്ങനെ ആ റെസിഡൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ ഒരു അപേക്ഷയോടൊപ്പം തന്നെ അത് വില്ലേജ് ഓഫീസിൽ ഹാജരാക്കുകയാണെങ്കിൽ EW സർട്ടിഫിക്കറ്റ് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സംവരണം ഓരോ വിഭാഗക്കാർക്കും സംവരണത്തിന് ആവശ്യമുള്ള ഓരോ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും ആ പ്രസ്തുത സംവരണ സർട്ടിഫിക്കറ്റ് PSC ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ സമയം അതായത് ഈ പീരീഡ് ഓഫ് ടൈം എത്ര ദിവസം തൊട്ട് എത്ര ദിവസം വരെയാണോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നത് ആ കാലാവധിക്കുള്ളിൽ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ പിന്നീട് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവര് പരിഗണിക്കുകയില്ല എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വരുന്ന ഉദ്യോഗാർത്ഥികൾ പിന്നീട് എന്തെങ്കിലും പരാതികളോ ആയിട്ട് പോയാൽ നമുക്ക് യാതൊരുവിധ ഇളവും ലഭിക്കുകയില്ല എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണോ പ്രസ്തുത സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രസ്തുത സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം. സംവരണമായിട്ടാണെങ്കിലും സംവരണത്തിൻ്റെതാണെങ്കിലും അതുപോലെ തന്നെ പഠിച്ച 10th 10ാം ക്ലാസ്സിലെ ആണെങ്കിലും ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ PSC ആവശ്യപ്പെടുന്നത് പ്രസ്തുത സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം എന്നോട് പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട്, സാറേ ഞാൻ ആ സർട്ടിഫിക്കറ്റ് അന്ന് സമയം കിട്ടിയില്ല, പിന്നീട് ഇനി എനിക്ക് എന്തെങ്കിലും സമയം കഴിഞ്ഞ് പിന്നെ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ സമയം കഴിഞ്ഞു പോയി, എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളിലും PSC പരിഗണിക്കുകയില്ല എന്നുള്ള കാര്യം എല്ലാവരും കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥിയും കൃത്യമായിട്ട് പ്രൊഫൈലിൽ പരിശോധിച്ച് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒരു തവണ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു, ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ തങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ പല ഉദ്യോഗാർത്ഥികളും പ്രൊഫൈൽ ചെക്ക് ചെയ്യാതിരുന്നാൽ വേറെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് PSCക്ക് വീണ്ടും ആവശ്യം വന്നാൽ
അത് ഒന്നുകൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടാനുള്ള അവകാശം PSCക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും പ്രത്യേകമായിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഓരോ പ്രാവശ്യവും ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കൊടുത്തവരാണെങ്കിൽ പോലും തങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്ത് തങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്തതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഒരു കാരണവശാലും പുറന്തള്ളപ്പെടാനുള്ള സാധ്യത ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന് വളരെയധികം പ്രാധാന്യം നൽകി കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.